ഹലോ, ഇതിപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു ഡ്യൂട്ടി സ്ഥലത്തെ ഒരു അവസ്ഥയാണ്. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുകയാണ്. കാറൊന്നും ഇങ്ങോട്ട് മേളിലോട്ട് വരത്തില്ല, ഇതൊരു കുന്നിൻ്റെ മേളിലായതുകൊണ്ട്. അപ്പം അവിടുന്ന് നടന്ന് താഴെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടുന്ന് നടന്ന് പയ്യെ, ചെരുപ്പിനൊന്നും വലിയ ഗ്രിപ്പില്ലേലും ഒരു തരത്തിൽ ആ ഷൂവും കൊണ്ട് ഇറങ്ങി ഞാൻ താഴെ ചെന്നു എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ തലേത്തെ രാത്രിയിലുള്ള ഒരു റോഡിലെ അവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ വന്നിട്ടൊരു 3 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും ഈ നോർത്തേൺ അയർലൻഡിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. റോഡിലൊക്കെ ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഒരു വിധത്തിലൊക്കെ ഞാൻ നടന്ന് ഞാൻ വീണ എന്ത് ചെയ്യും, ആരും എൻ്റെ കൂടെ ഇല്ലെന്നൊക്കെയുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പയ്യെ നടന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇടയ്ക്ക് പട്ടിയം കൊണ്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കിപ്പോൾ പട്ടിയം കൊണ്ട് വെളിയിൽ ഇറങ്ങിയേ പറ്റത്തുള്ളല്ലോ, കാരണം പട്ടി 24 മണിക്കൂറും പെരയ്ക്കകത്തിരിക്കുമല്ലേ. അപ്പോൾ അവർ മാത്രമേ എൻ്റെ കൂട്ടത്തിൽ വെളിയിലുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗിലുള്ളതായിരുന്നു. നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. ഈ മഴയായിട്ട് വന്നിട്ട് ഒരു ഏറിയ കഴിയുമ്പോൾ അത് ഐസായി താഴെ വീഴുവാണല്ലോ സാധാരണ. അപ്പോൾ അവിടെ നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ച ഉണ്ട്. ഞങ്ങളുടെ ഗാർഡനും മുറ്റവും വണ്ടിയും വീടും അങ്ങനെയല്ല എല്ലാ ഏരിയയിലും. വീടിൻ്റെ അകത്തൊക്കെ കിടുകിടാ വിറയലായിരുന്നു. ഹീറ്റർ ഓഫാക്കാനായിട്ടേ സാധിച്ചിട്ടില്ല. സ്കൂളൊക്കെ അവധിയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 2 ദിവസത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പെരയ്ക്കകത്തിരുന്ന് കാപ്പി കുടിക്കുക, ഇങ്ങനെ നോക്കിയിരിക്കുക, തീർന്നോ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും 2 ദിവസത്തേന് നല്ല രീതിയിൽ സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ വൈറ്റ് കളറിൽ മേളിൽ കൂടെ നമുക്ക് നടക്കാം. ബ്ലാക്ക് ഐസിൽ നടക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു. ഹലോ, ഇന്നിപ്പോൾ സഭകളിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാവേ. അതായത് 1 കൊരിന്ത്യർ 3:4 അധ്യായത്തിൽ പറയുന്നു, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരിലെയോ? അപ്പല്ലോസ് ആർ, പൗലോസ് ആർ. തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം മാത്രമേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടന്നവനും നട്ടവനും ഏതുമല്ല. നടന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും തന്നാന്റെ അധ്വാനത്തിന് തക്കവണ്ണം കൂലി കൂട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ഇത് ഗൃഹത്തിന്റെ ഗൃഹനിർമ്മാണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർ പറയും, ഞാൻ ഇന്ന സഭയിലാ പോകുന്നത്, ഞാൻ എൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഞാൻ ഇന്നയാളുടെ ആളാണ്. അപ്പോൾ കുറേ പേര് പറയും, ഇപ്പം ഇതിനകത്ത് പറഞ്ഞല്ലോ, ഞാൻ പൗലോസിൻ്റെ ആളാണ്, ഞാൻ അപ്പോലോസിൻ്റെ ആളാണ്, ഞാൻ പത്രോസിൻ്റെ ആളാണ് എന്ന് പറയുന്നത് പോലെ. ആദ്യം നമ്മളെ കാണുമ്പോൾ നമ്മളുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നത്, നമ്മൾ വിശ്വാസികളാണെന്ന് അറിയുമ്പോഴത്തേന് ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഇന്ന ആളുടെ ചർച്ചിലാണോ നിങ്ങൾ പോകുന്നത്, അതോ ഇന്ന ആളുടെ ചർച്ചിലാണോ പോകുന്നത്? പക്ഷേ ഇതിനകത്ത് വ്യക്തമായി ഞാനിപ്പോൾ ഈ വായിച്ചു തന്നതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, എല്ലാം കർത്താവിൻ്റെ ഗൃഹനിർമ്മാണമാണ്, ദൈവത്തിൻ്റെ കൃഷിയാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ദൈവത്തിൻ്റെ കൃഷിയാണ്. ഇന്ന ആളേന്നോ ഇത് പറയുന്നത് പോള് ഇപ്പം നമുക്ക് അത്രയും റൈറ്റുള്ള ഒരാളായതുകൊണ്ടല്ലേ പോൾ അങ്ങനെ നമ്മളെടുത്ത് സംസാരിക്കുന്നത്. പോള് തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? ദൈവത്തിന്റെ മക്കളല്ലേ നിങ്ങളെല്ലാവരും, പിന്നെ നിങ്ങൾ എന്താ ഇന്ന ആൾക്കാരുടെ ഇന്ന ആൾക്കാരിൽ നിന്ന് വേർതിരിച്ച് പറയുന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ പലരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഇന്ന ആളുടെ ചർച്ചിലാണ്. അപ്പൊ എനിക്കെടുത്ത് പറയണമെന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ സഭയിലാണ് പോകുന്നത്. ദൈവത്തിന്റെ ദാസന്മാരെല്ലാവരും ദൈവത്തിന് ഒരുപോലെ പ്രിയപ്പെട്ടവരാ. ദൈവത്തിന്റെ ദാസന്മാരെല്ലാവരും ദൈവത്തിന്റെ സ്നേഹിതരാ, ഒരുപോലെ പ്രിയപ്പെട്ട. അതിനകത്ത് നമുക്കിപ്പോൾ മോശ പുരോഹിതനായിട്ടിരിക്കുന്ന പോലെ ഇവരുടെ അകത്ത് തന്നെ പുരോഹിതന്മാരുണ്ട്, അത് പ്രവാചകന്മാരുണ്ട്, അതിൻ്റെ അകത്ത് ഉപദേഷ്ടാക്കളുണ്ട്, അപ്പോസ്തലരുണ്ട്, പല ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മളിപ്പോൾ എസ്പെഷ്യലി ഏത് സഭയോടുകൂടിയാണ് ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുന്നത് നമുക്ക് അതിന് ആൻസർ ഇല്ല. എന്താ പറയുക, നമുക്ക് എല്ലാവരെയും കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളെ തണുപ്പൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നെന്ന് പറയാനായിട്ട് അത്ര പറ്റത്തില്ല. ഐസ് കുറഞ്ഞു വരുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐസൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരും ധാരാളമായി സ്നേഹിക്കട്ടെ. ബൈ.